നമ്മളെല്ലാവരും ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കാനും നല്ല നല്ല പാട്ടുകൾ കേൾക്കാനുമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഒട്ടും താമസിപ്പിക്കുന്നില്ല. ആ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്തതിന് ശേഷം നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, MJ അങ്കിൾ ആൻഡ് മധു അങ്കിൾ. വെൽക്കം. 3 പേര് റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. റെഡി. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മാജിക്കൽ മെലഡി റൗണ്ട് ആണ്. അവിടെ വരാൻ പോകുന്നത് നമ്മൾ എപ്പോഴും നല്ല മാജിക്കൽ വോയിസ് ആണ് എന്ന് പറയുന്ന ഒരാളാണ് വരാൻ പോകുന്നത്, ശിവകാമി കുട്ടി. ലെറ്റ്സ് വെൽക്കം ശിവകാമി ഓൺ സ്റ്റേജ്. ഹായ്. നമ്മുടെ കുഞ്ഞു വരുമ്പോഴേ നമുക്കറിയാം ഇന്ന് എന്തോ നമുക്കൊരു വലിയൊരു ഗിഫ്റ്റുമായിട്ടാണ്. ഓരോ പാട്ടും അങ്ങനെയാണല്ലോ. ഹലോ ശിവകാമി കുട്ടി. ഹായ്. ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. തരളിതരാവും ദൂരെ ദൂരെ. ആഹാ, അങ്ങനെ എത്ര എത്ര പാട്ടുകളല്ലേ കുഞ്ഞേ. എങ്ങനെയുണ്ട് ഇപ്പോ? എല്ലാം ഓക്കെ അല്ലേ? ആ, നല്ല ചിരിയുണ്ടല്ലോ. അങ്കിള് ഭയങ്കര ഇഷ്ടാട്ടോ ശിവകാമി കുട്ടിയുടെ ഈ ചിരി കേട്ടോ. എപ്പോഴും അങ്ങനെ നിറഞ്ഞിരിക്കണം. ഫാൻസ് ഒക്കെ പറയുന്നു കുഞ്ഞിന്റെ പാട്ട്, കുഞ്ഞിന്റെ ചിരി, അതുപോലെ കുഞ്ഞ് ഭയങ്കര ജെന്റിലാണ്. കൃത്യമായിട്ട് മാത്രമേ മറുപടി പറയുള്ളൂ. അനാവശ്യമായിട്ട് ഒരു കാര്യം പോലും പറയൂല. അതിനൊരു കൈയടി കൊടുക്കണം. ആ ഡിഗ്രി ഓഫ് മെച്യൂരിറ്റി അല്ലേ ക്യാപ്റ്റൻ? She has it. Isn't it? Yeah, you're right. ആ ഫോണിലെ പാട്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് കേൾക്കുന്നുണ്ടോ? അത് സൂപ്പറാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ഔസേപ്പച്ചൻ ചേട്ടൻ സിനിമ ആകാശദൂത്. നമ്മളെല്ലാം കരയിപ്പിച്ച സിനിമ. അയ്യോ, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് മീനുകുട്ട ഈ ആകാശദൂത്. സിബി മലയിൽ സാർ, വലിയൊരു നമസ്കാരം അദ്ദേഹത്തിന്. ഡെന്നിസ് ജോസഫ് സാറാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന കഥ അതെല്ലാം. അപ്പോൾ അദ്ദേഹം ഈ സ്ക്രിപ്റ്റുമായിട്ടും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ അദ്ദേഹം ചെന്ന് കാണുകയും പക്ഷെ ആരും തന്നെ പെട്ടെന്ന് അത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായില്ല എന്നാണ് ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഡെന്നിസ് സാറ് പ്രേം പ്രകാശ് സാറിനെ കാണുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുവാണ്. ചെറിയൊരു ബഡ്ജറ്റിന് ഇത് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ മുരളി സാറിനെ കാണുന്നു. അങ്ങനെ അദ്ദേഹം ഇതിൽ നായകനാവുന്നു. പിന്നെ നായിക ആരെന്ന് പറഞ്ഞിട്ട് ആദ്യം സുഹാസിനി മാഡത്തിനെ അപ്രോച്ച് ചെയ്യുന്നു. അതുപോലെ ഗീത മാഡത്തിനെ. അപ്പോൾ ഈ 4 കുട്ടികളുടെ അമ്മ എന്നുള്ള ആ റോള് അവർ ആ സമയത്ത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് ഡെന്നിസ് ജോസഫ് സാറിന്റെ വൈഫ് അദ്ദേഹത്തിനോട് പറയുന്നത് നമുക്ക് മാധവി അങ്ങനെ ചിന്തിച്ചാലോ എന്ന്. അങ്ങനെയാണ് അവർ ഈ സിനിമയുടെ നായികയായിട്ട് വരുന്നത്. NF വർഗീസ് സാർ ഓഫ് കോഴ്സ് അതിന് വില്ലനാകുന്നു. അങ്ങനെ ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട്. അങ്ങനെയാണ് ഈ ആകാശദൂത് ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഇതിന്റെ കളക്ഷനൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് പല രീതികൾ സ്ട്രാറ്റജി അവലംബിച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ ഈ സിനിമ മലയാളത്തില് ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറുന്നത്. 1 വർഷം വരെ ഓടിയ ഒരു സിനിമയാണ്. അതെ, ശരിക്കും മറക്കാൻ പറ്റില്ല. കണ്ണു നിറയാതെ ഒരാൾക്കും ഈ സിനിമ ഇന്നും കാണാൻ പറ്റില്ല. തൂവാല ഉൾപ്പെടെ കൊടുത്തു അതിന്റെ തിയേറ്ററില്. സിബി സാറിന്റെ ആ ഡയറക്ടോറിയൽ ഒരു ടച്ച്, ഒരു മാജിക്കൽ ടച്ച് കൂടെ വന്നപ്പോഴത്തേക്കും ഈ സിനിമയും ഇതിലെ പാട്ടുകളും ഈ പാട്ടൊക്കെ മൈ ഗോഡ്, നോ വേർഡ്സ്. അതാണ് നമ്മുടെ കുഞ്ഞിന്ന് പാടാൻ പോണേ. പാടാൻ നമുക്ക് പറഞ്ഞോ ഡീറ്റെയിൽസ്. സിനിമ ആകാശദൂത്, സംഗീതം ഔസേപ്പച്ചൻ സാറ്, വരികൾ ONV സാറ്, വർഷം 1993, പാടി യേശുദാസ് സാർ. ഈ പാട്ട് ചിത്രമേം പാടിയിട്ടുണ്ട്. മിടുക്കി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓർക്കസ്ട്ര കലയ്ക്ക് അടിപൊളി. മൈ ഗോഡ്. ശിവകാമി പാടിയാൽ പാട്ട് പാടിയതുപോലെ ഇരിക്കും. കുഞ്ഞങ്ങനെയാണ്. കുഞ്ഞിൻ്റെ ഒരു ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യമാണ്. എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്, പക്ഷെ വീണ്ടും വീണ്ടും പറയാനായിട്ട് തോന്നുന്നുണ്ട്. ഓരോ പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന എങ്ങനെയാണ്, അതൊരു അത്ഭുതമാണ്. കുഞ്ഞിൻ്റെ ഉള്ളിൽ ഓരോ സ്വരങ്ങളും തെളിഞ്ഞു നിൽപ്പുണ്ട് ഉള്ളിൽ. അതുകൊണ്ടാണ് വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ സ്വരങ്ങൾക്ക് പുതുഭാവങ്ങൾ വന്നു ചേരുന്നത്. അങ്ങനെ ഒരു ശിവകാമി കുട്ടി നമുക്കില്ലേ ഈ ടോപ്പ് സിംഗർ സീസൺ 6-ന്? അത് ഈ സീസൺ 6-ന്റെ ഒരു ഭാഗ്യമല്ലേ? ആണ്. അതേന്ന് പറ, എനിക്ക് പറ. ഉണ്ടില്ല, പാട്ടിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളാണ്. അതെ, ഒരു അനാവശ്യമായ ഡിസ്ട്രാക്ഷൻസിലും പോവാത്ത കുഞ്ഞാണ്. പക്ഷെ മ്യൂസിക്കിൽ മാത്രം ആ ഫോക്കസ് അങ്കിളിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. താങ്ക് യു. മ്യൂസിക്കാണ് നമ്മുടെ ശക്തി. മ്യൂസിക്കിനെ വിട്ട് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അതുപോലെ ആയിരിക്കണം മ്യൂസിക്കിന്റെ കാഴ്ച എന്ന് ശിവകാമി കുട്ടി നമുക്ക് പഠിപ്പിച്ചു തരും. അതെ. ഇത് പാടിയ ഒരുപാട് ഇടങ്ങൾ അങ്കിളിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് പല്ലവിയാണ് അങ്കിൾ അത് ഏറ്റവും സൂപ്പറായിട്ടാണ് തോന്നിയത്. ആ രാപ്പൂവും എന്ന് പറഞ്ഞൊരു സംഗതിയില്ലേ അവിടെ മാത്രം വരുന്ന ഈ പാട്ടിൽ, അത് അവസാനം പാടിയത് ഗംഭീരായിരുന്നു. താങ്ക് യു. അതൊന്ന് പാടി കേൾപ്പിക്കാമോ ഒന്നൂടെ? ആ വെരി നൈസ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യു നെയിൽഡ് ഇറ്റ് എന്ന് പറയും. അത് സഭാഷണം, വേറെ ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. പിന്നെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ അങ്കിളിന് ആ സംഗതിയുടെ ക്ലാരിറ്റി അത്രത്തോളം വന്നിട്ടുണ്ടോ? എനിക്ക് ഇപ്പോൾ വിണ്ണിലെ പൊൻതാരകൾ, അത് സ്ലോ ആയിട്ട് പാടിക്കേ. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡിൽ നമുക്ക് പിന്നെ പാടി പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ലൈൻ ആ സ്പീഡിൽ വരണം. അത് ആ കറക്റ്റ് സ്പീഡിന് ആ സംഗതി വരണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ അവരൊന്ന് ചേരുമ്പോൾ ഒന്ന് പാടോ. ചുണ്ടിൽ പുന്നാര ശീലുണ്ടോ ചൊല്ലൂ അവരൊന്ന് അങ്ങനെ പാടിയാൽ നന്നായിരിക്കും. അതൊരു കൺക്ലൂഷൻ പോലെയാണ്. അവരൊന്ന് ചേരുമ്പോൾ, അപ്പോഴാണ് രാപ്പാടി കേഴുന്നുവോ എന്ന് വരുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ 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 സ്ലിപ്പുകൾ വന്നിട്ടുണ്ട്. അത് സാരമില്ല. പക്ഷെ കുഞ്ഞ് അവിടെ പിടിച്ച് കയറി. എവിടെ? ആ മെലഡിയിൽ. പല്ലവി ഓരോ പ്രാവശ്യം super ആണ്. പാടുമ്പോഴും ഭയങ്കര രസമായിരുന്നു. അയ്യോ, ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത്. ഇവിടെ സ്ട്രെയിറ്റ് ടു ഹാർട്ടാണ്. യെസ്, അത് ഗംഭീരമായിരുന്നു കേട്ടോ. ആ ബീജിയം ഔസേപ്പച്ചൻ ചേട്ടൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, ആ ഫസ്റ്റ് ബീജിയം, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പാടി നോക്കിയാലോ? 1 2 3 4. കൺസ്ട്രക്ഷൻ നമ്മൾ ഈ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന പോലെയാണ് കേട്ടോ. നമ്മൾ ഓരോ ബ്ലോക്സ് വെച്ചിട്ടല്ലേ വീട് കൺസ്ട്രക്ട് ചെയ്യണേ. അത് എവിടെ അടുക്കി വെക്കണം, എങ്ങനെ അടുക്കി വെക്കണം, ഏത് നിരയിൽ വേണം, ഏതൊക്കെ വേർട്ടിക്കലായിട്ട് വേണം, ഏതൊക്കെ ഹൊറിസോണ്ടലായിട്ട് വേണം. അതുപോലെയാണ് ഈ സ്വരങ്ങളുടെ ഒരു നിര ഏത് രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിന് ഔസേപ്പച്ചൻ ചേട്ടന് വലിയൊരു സ്ഥലമുണ്ട് ഈ പാട്ടിന്. ഇറ്റ് ഇസ് റിയലി ഗ്രേറ്റ്, വണ്ടർഫുൾ. ഞാൻ എപ്പോഴും വിചാരിക്കും ചിത്ര ചേച്ചി എപ്പോഴാണ് നമ്മുടെ ശിവകാമി കുട്ടിയുടെ പാട്ട് കേൾക്കണേന്ന്. ചേച്ചി കേൾക്കും കേട്ടോ. ഓക്കെ. ശിവകാമി എന്താ പറയാത്തത് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാൻ മധുവിനെ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുകയാണ്. അഭിരാമി എന്നാണ്. അറിയാമോ? കമൽഹാസൻ സാർ പറഞ്ഞിട്ടുള്ളതാണ്. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും. കേട്ടിട്ടില്ലേ? പൊന്മണി അൻപോട്. പാട്ടിന്റെ തുടക്കത്തില് കേട്ടിട്ടുണ്ടോ? കൺമണി അതെ, അൻപോട് ആ സിനിമയിലുള്ളതാ. ഓക്കെ, കൈതലൻ അതാണ്, വേറൊന്നും വിചാരിക്കണ്ട. അപ്പൊ ഇന്ന് വളരെ വളരെ നന്നായിട്ട് പാടി.
എനിക്ക് ഇഷ്ടമായി, വളരെ ഇഷ്ടമായി പാടിയത് കേട്ടോ. നല്ല ശബ്ദമാണ് ഇപ്പോഴേ, താങ്ക് യു. നല്ല ക്ലാരിറ്റി ഉള്ള ശബ്ദം, ത്രോ ഉള്ള വോയിസ് ആണ്. ആള് പാവാണെങ്കിലും പാട്ട് പാടുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ബോഡി ഉണ്ട് അതിന് പാട്ടിന്. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് പല്ലവി, അത് കലക്കി. താങ്ക് യു. അതിന് മുമ്പൊക്കെ കുറച്ചിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉള്ളിലുണ്ട്, പക്ഷെ ഇന്നെന്തോ കുറച്ച് ചെറിയ ചെറിയ സ്ലിപ്സ് ഉണ്ടായി. പിന്നെ എനിക്ക് തോന്നുന്നത് അതെങ്ങനെയായിരുന്നു, അവരൊന്നു ചേർന്ന് അവരൊന്നു ചേർന്നോരങ്കണം അതെ അത് അത്ര ടേക്കിൽ അത്ര കറക്റ്റായിട്ട് വന്നില്ല കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും കരയിപ്പിച്ച് കരച്ചിൽ വരാത്ത ആൾക്കാർക്ക് എന്താ സംഭവിക്കണമെന്നറിയോ? നെഞ്ചത്ത് വലിയ പാറക്കല്ല് കയറ്റി വെച്ച പോലെ എനിക്ക് അങ്ങനെയായിരുന്നു. കണ്ണീര് വരണില്ല, കരയാൻ പറ്റണമില്ല. അങ്ങനെ ഒരു നമ്മളെല്ലാരും കരയിപ്പിച്ച ഒരു സിനിമ. അതിന്റെ 2 ക്ലൈമാക്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അവര്. ആക്ട്രസ് മാധവിയുടെ ക്യാരക്ടർ ആദ്യമേ മരിച്ചു പോവും, മുരളിച്ചേട്ടന്റെ ക്യാരക്ടർ അതും നേരത്തെ തന്നെ മരിച്ചു പോവും. പിന്നെ കുട്ടികൾ അനാഥരായി കഴിയുമ്പോൾ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകും. അനാഥാലയത്തിൽ വന്ന് ഓരോ ഫാമിലി വന്ന് എടുത്തുകൊണ്ട് പോകും. കാല് വയ്യാത്തൊരു കുട്ടി ഉണ്ടാവും, അതിനെ ആരും എടുക്കാനുണ്ടാവില്ല. അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തു. അതായത് ഗ്രൗണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ആരും ഇല്ലാതെ ആ കുട്ടീനെ ഒറ്റയ്ക്ക് നിൽക്കണായിട്ടൊരു ക്ലൈമാക്സ്. ഇനി ഇത്രയും കരഞ്ഞു, ഇനി അതും കൂടി കാണുമ്പോൾ ആൾക്കാർ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോവുക. അപ്പോൾ അതിനൊരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയും കൂടി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫാമിലി വരുന്നതായിട്ടാണ് വേറൊരു ക്ലൈമാക്സ്. അപ്പൊ എന്തായാലും ശിവകാമക്കുട്ടി കലക്കി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശിവകാമി കുഞ്ഞേ, എങ്ങനെയുണ്ട് ടോപ്പ് സിംഗറിൽ വന്നിട്ട്? എന്ത് വ്യത്യാസമാ തോന്നുന്നത് കുഞ്ഞിന്? എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ട് നേരത്തെ പാടിയതിനെക്കാട്ടി. പിന്നെ ഗ്രൂമേഴ്സ് പഠിപ്പിച്ചു തരുമ്പോ ഒരു പാട്ട് എങ്ങനെയാണ് പാടേണ്ടത്, ഏത് എങ്ങനെ ഭാവം കൊടുക്കണം, എങ്ങനെ സംഗതികൾ പാടണം, അങ്ങനെയൊക്കെ പറഞ്ഞു തരാറില്ലേ? നീ ഇച്ചിരൂടെ കഴിയുമ്പോ എന്ത് മാറ്റാ വരികയെന്നറിയോ? ശിവകാമിക്കുട്ടി മിണ്ടാൻ തുടങ്ങും. അമ്മയുടെ മുഖത്ത് മൊത്തം ടെൻഷനാണ്. അച്ഛനാണെങ്കിൽ ഇത് എന്തായി തീരും എന്നുള്ള ഒരു ഭാവമാണ് മനസ്സിലുള്ളത്. അങ്ങനെയല്ല, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാടട്ടേന്ന് മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ശിവകാമിക്ക് കുട്ടിക്ക് ഇങ്ങനെ വീണോളൂ. അതൊന്നും പ്രശ്നമല്ല. അപ്പൊ കുഞ്ഞിന് നന്നായിട്ട് സംസാരിക്കാനും കുഞ്ഞിങ്ങനെ പറക്കാനും അങ്ങനെ പറക്കണം. അതെ, ഇവിടെ വരുമ്പോഴേ നമുക്ക് നന്നായിട്ട് സംസാരിക്കാം, വളരെ നന്നായിട്ട് എന്തും പറയാലോ. നമ്മളെല്ലാരും അറിഞ്ഞൂടെ? ആ ചേട്ടന്മാരെയൊക്കെ എന്ത് നന്നായിട്ട് അറിയാം. അടുത്ത പ്രാവശ്യം എനിക്കൊരു കഥ പറഞ്ഞു തരുമോ വരുമ്പോ? പ്രോമിസ്? യെസ്. ഈ കണ്ണുകൾ കൊണ്ട് ഒരുപാട് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടേ, ഒരു കുറുമ്പനാണേ, ഭയങ്കര കഥ പറച്ച എപ്പോഴും. അപ്പൊ അങ്ങനെ ഉഷാറാണേ കേട്ടോ. അപ്പൊ ശിവകാമിക്കുട്ടിക്ക് ഇന്ന് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 97.5 ഔട്ട് ഓഫ് 100. അപ്പൊ ചേച്ചിയും ചേട്ടനും എല്ലാം പുറത്തു പോയി സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ഇവിടെ മാത്രല്ല, പുറത്തിറങ്ങിയാലും ചിരിച്ചിരിക്കണം കേട്ടോ. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. 4 പേർക്കും ഹാപ്പി ക്രിസ്മസ്. അതെ, ബൈ. ടാറ്റാ. ബൈ ബൈ. ടാറ്റാ. ഗുഡ് നൈറ്റ്. ഇനി ഒരു റെട്രോ റിവൈൻഡ് ആണ് വരാൻ പോകുന്നത്. സാം സോണി എത്തുന്നു. വെൽക്കം സാം കുട്ടൻ ഓൺ സ്റ്റേജ്. ഹലോ. ഒരു ചേട്ടനായിട്ടാണല്ലോ പറഞ്ഞേ. നല്ല കറുത്ത കരയുള്ള മുണ്ടൊക്കെ ഇട്ട് സുന്ദരനായിട്ടുണ്ട്. സാം ചേട്ടാ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്താ ക്രിസ്മസ് വിശേഷം? നിന്റെ ക്രിസ്മസ് വിശേഷം കേൾക്കേണ്ടത്. അതെ, എന്റെ വിശേഷം കേട്ടാ നിങ്ങൾ എല്ലാരും ഞെട്ടി. അതെന്താ? അതെന്താ വിശേഷം? ഞാൻ ഒരു അമ്മാവനായി. അമ്മാവനായോ? അതെ, എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി അമ്മാവനായി. കറക്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ എടുത്തൊരു കുഞ്ഞൊരു അമ്മാവനെ കാണുന്നത്. എന്നിട്ട് എങ്ങനെയുണ്ട് മരുമോള്? അത് ആൺകുട്ടിയാണ്. മോനാണ്. ഓക്കെ. പേര് തോമസ് കുട്ടി എന്നാണ്. തോമസ് കുട്ടി. ഓക്കെ. തോമസ് കുട്ടി. 2 ട്രീറ്റ് പെൻഡിങ് ആണേ. പിന്നെ അന്ന് കോമ്പറ്റീഷൻ പ്രൈസ് കിട്ടിയത് ഇപ്പൊ പറഞ്ഞില്ലേ, അമ്മാവനായി. ഓക്കെ, അതിന് ട്രീറ്റ് വേണ്ടേ? അതിന് ട്രീറ്റ് ഞാൻ തരാം. തരണം. തരാം. പിന്നെ സാറേ, നമ്മുടെ സിസ്റ്റർമാരല്ലേ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര സന്തോഷായി. നിങ്ങളെ കണ്ടതിലും ഭയങ്കര സന്തോഷായി. നമുക്ക് ഏറ്റവും സന്തോഷമായത് മോൻ പാടിയതാ. അതെ, കരുണാമയനെ നല്ല ഫീലില് പാടി. അതിപ്പോഴും ഇവിടെ ഉണ്ട്. പിന്നെ ആ പാട്ട് കേട്ടിട്ട് എന്നെ ആലുവ സെമിനാരിന്ന് അച്ഛന്മാരെ വിളിച്ച് അനുമോദിച്ചു. പിന്നെ പാലാ ബിഷപ്പ് ഹൗസിൽ നിന്നും വിളിച്ച് അനുമോദിച്ചു. അപ്പൊ അത് 3ാമത്തെ ട്രീറ്റിന്റെ കാര്യമല്ലേ? എല്ലാരും പറഞ്ഞു പോയത് അനുമോദിച്ചെന്ന് വെച്ചാല് ഫോണിൽ കൂടെ വിളിച്ചു. മതിയല്ലോ, നല്ല വാക്ക്
അതിന് Yes. ട്രീറ്റ് വേണ്ടേ? അവസാനം ഞാൻ പാപ്പരാവും കേട്ടാ. പാപ്പരാവുന്നതിന് മുന്നേ വേഗം എല്ലാ പാടിക്കും. ചെലവും കൂടെ ഒന്ന് ചെയ്താണ് കേട്ടോ. രണ്ടു മൂന്നായിട്ട് ചെയ്യണ്ട. എല്ലാം കൂടെ അങ്ങനെ ഒരു ഒറ്റ. സൗകര്യം ചെയ്തു തരാം. അങ്ങനെ ഒരു കൊടുക്കല് ഞാൻ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സാംകുട്ടൻ അതിൽ പെടണം. വേഗം പാട്ട് പാടി. ഡീറ്റെയിൽസ് പറഞ്ഞോ? ലിറിക്സ് ഏത് പാട്ടാ? ഏതാ പാട്ട്? പാട്ട് ഏതാ? ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോ. ഓ അതാണ് മുണ്ടക്കൊടുത്ത് വന്നത്. ലിറിക്സ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറ്, മ്യൂസിക് ശങ്കർ ഗണേഷ് സാറ്, ആ. മൂവി അയലത്തെ സുന്ദരി, ഓ ഇയർ 1974, പിന്നെ പാടിയത് യേശുദാസ് സാറ്. ഇതിൽ വേറൊരു പാട്ടാണ് ചിത്രവർണ്ണ പുഷ്പജാലം ഒരുക്കി വെച്ചു എന്നുള്ളത്. അതുപോലെ ഇതിന് ഡയറക്ടർ ഹരിഹരൻ സാറാണ്. അതെ. അപ്പൊ നന്നായിട്ട് പാടുക മകനെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു.
മകനെ എന്താ സാർ? സാംസങ് സോണി എന്താ സാറേ? അസലായിട്ട് പാടി എന്ന് പറഞ്ഞാൽ അസലായിട്ട് പാടി. താങ്ക് യു സാർ. അതിന് വേറെ വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക്. താങ്ക് യു സാർ. സന്തോഷം വരുന്നത് അതെ, സന്തോഷം. താങ്ക് അതെ. യു സാർ. പിന്നെ അവസാനം ഒരു വെള്ളി വീണു. അതെ അതെ അത് സാരല്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതെ. ഇതിപ്പോ മത്സരമാണ്, ഒറ്റയടിക്ക് ലൈവായിട്ട് പോണ കാര്യമാണ്. അതെ അതെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒന്നുകൂടെ പാടിത്തരും. ഓക്കെ, പാടിത്തരാം. പാടൂ. മല്ലികാർജുന ക്ഷേത്രത്തിൽ വച്ചവൾ, ആഹാ. ക്ഷേത്രത്തിൽ വച്ചവൾ മല്ലി മല്ലീശ്വരനെ ആഹാ. ഓഹോ. കൊണ്ടു മല്ലീശ്വരന്റെ ശാബാഷ്. പൂവമ്പു കൊണ്ടു. നമുക്ക് പാട്ടിന്റെ പൂവും ശോ. അതെ അതെ അതെ, ഇവിടെ കൊണ്ടു. താങ്ക് യു സാർ. മുമ്പ് അല്ലേ? ആദ്യം ആ റിഹേഴ്സലിന്റെ സമയത്തും തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലൊക്കെ ഒരു പാളിച്ച പ്രശ്നം വരുന്നു. കാണും എന്ന് വിചാരിച്ചു. പേടിയായിരിക്കും, കോൺഫിഡൻസ് കുറവായിരിക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി ഒരു അട്ടിമറി അവിടെ നടന്നു. താങ്ക് യു സാർ. കഴിഞ്ഞ പാട്ടില് 100 out of 100 ആണ്. അതെ അതെ. ഇതൊരു നോക്കാം, ഇതൊരു ഹാട്രിക് ചാൻസ് ആണോ, നമ്മൾ ഇരുന്നൊന്ന് ഡിസ്കസ് ചെയ്യണം. മീനുട്ടിക്ക് മാത്രമേ അറിയാവൂ. എന്താണ് നടക്കാൻ പോകുന്നത്? പക്ഷെ പറയില്ല ഇപ്പൊ, നിങ്ങൾ പറയില്ല, പറഞ്ഞു പറയില്ല. കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാൻ പറയാം. പാടില്ല. അതെ. അപ്പോ അവസാനമുള്ള ഒരു ഡിസ്കഷന് ശേഷമാണ് അത് തീരുമാനിക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ അത് എന്താവും, ഒരു Hat-trick. ഹാട്രിക് ചാൻസ് ആകും. അതെ അതെ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്, ഗോഡ് ബ്ലെസ് യു. യെസ്. സാംകുട്ട പഴയ പാട്ടുകൾ ഇതുപോലെ പാടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. Thank you, നമ്മള് ഓരോ പ്രായത്തിലും ഇത് പാടുന്നേനെ ഇത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. താങ്ക് യു. 7ാം ക്ലാസ്സിൽ പാടുന്ന പോലെയല്ല, 10ാം ക്ലാസ്സിൽ പാടുമ്പോൾ കുറച്ചും കൂടെ അതിന് മെച്യൂരിറ്റി വരുന്ന പോലെ തോന്നും, കുറച്ചും കൂടെ ഭംഗി വെപ്പിക്കാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 20 വയസ്സാകുമ്പം വേറെ തന്നെ ഒരു ലെസൺ ഓൾഡ് സോങ്സ് എന്ന് കിട്ടും. ഭയങ്കര ആ ഒരു ഫീലൊക്കെ ഉൾക്കൊണ്ടത് അതെ, അതെ. പാടിയിട്ടുണ്ട്. അതുവരെയറിയാത്ത പ്രാണഹർഷങ്ങളിൽ, അതുവരെയറിയാത്ത പ്രാണഹർഷങ്ങളിൽ അവളുടെ താരുണ്യ മലിനിറങ്ങി അലിനിറങ്ങി. ഭയങ്കര രസം. എസ്പെഷ്യലി എനിക്ക് ആ അനുപല്ലവിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓപ്പണിങ് കേട്ടപ്പോ തന്നെ ഞാൻ എം ജെ സാറിനെ ഇങ്ങനെ നോക്കി, കുട്ടിക്കൊള്ളാം അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പല്ലവി കഴിഞ്ഞപ്പോ ഞാൻ മധുച്ചേട്ടനെ നോക്കിയപ്പോ കുട്ടിക്കൊള്ളാം. അനുപല്ലവി കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ടുക്ക് ഓഫ്. യെസ്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, എക്സെപ്റ്റ് ആ ലാസ്റ്റത്തെ ആ ഒരു കുഞ്ഞു കഷ്ണം. അത് കുഴപ്പമില്ല, കാരണം ആ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ പാട്ടിൽ തന്നെ ഇതിനു മുന്നേ 4-5 പ്രാവശ്യം പാടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനത്തെ ആ പാർക്കിംഗ് ആയിരുന്നു. അത് കുഴപ്പമില്ല, ഇഗ്നോർ ചെയ്യാവുന്ന സാധനമേ ഉള്ളൂ. ഓക്കെ. മിടുക്കൻ മിടുക്കൻ എന്ന് പറഞ്ഞാൽ മിടുക്കൻ, വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ ഈ ഒരു സീസണിലത്തെ ഏറ്റവും ഇമ്പ്രൂവ്മെന്റ് കാണുന്ന ഒരു കുട്ടിയിൽ ഒരാള് നമ്മുടെ സാംകുട്ടനാണ്, അതിന് ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. സാം, എന്താ സാർ? യു ആർ സൂപ്പർബ്. താങ്ക് യു സാർ. അതൊക്കെ ചെറിയ വാക്കാണ് കേട്ടോ. സൂപ്പർബ് എന്നൊക്കെ പറയുന്നത് ചെറിയ വാക്കാണ്. കാരണം ഈ പാട്ട് പാടുന്നത് ഒരു വലിയൊരു പണിയാണ്. അതിലെ സംഗതികളൊക്കെ കൃത്യമായിട്ട് ആ സംഗതിക്ക് ഒരു സ്പീഡുണ്ട്. അതെ അതെ. ആ സ്പീഡിൽ കൃത്യമായി ആ താളത്തിൽ ആ ടെമ്പോയിൽ പാടുക എന്നുള്ളത് ഒരു ഭീകര പണിയാണ് യെസ്. ഈ പാട്ടിനെ സംബന്ധിച്ചത്. അതെ. കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സുഖിച്ചിരുന്ന് കേൾക്കാം. പക്ഷെ അത് പാടുന്ന ആൾക്കേ അറിയുള്ളൂ അത് തീ പോലെയാണ് പൊള്ളുന്നത് എന്നുള്ളത്. പക്ഷെ അത് നന്നായിട്ട് വളരെയധികം മെച്ചൂരിറ്റിയോടുകൂടി അത് കൈകാര്യം ചെയ്യുന്നു കേട്ടോ. എക്സിക്യൂട്ട് താങ്ക് യു സാർ. അതിനൊരു നമസ്കാരം. താങ്ക് യു സാർ. പിന്നെ വേറൊരു നമസ്കാരം ഈ സൈഡ് തരാം. നമസ്കാരം തരേണ്ട കാര്യം എന്താ വെച്ചാ, സാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ടിൽ സ്വയം മറക്കലും സ്വയം പറക്കലും ഉണ്ടായിരുന്നു ഇല്ലേ? താങ്ക് യു സാർ. ഇടയ്ക്ക് മറന്നു പോകുന്നില്ലേ? സാം ആണെന്ന് വിചാരിച്ചോണ്ടാണോ പാടുന്നത്? അല്ല ഇല്ല ഇല്ല, അല്ല, എവിടെയാണെന്ന് പോലും നമ്മൾ ചിലപ്പോ അറിയാതെ ചില വരികളൊക്കെ പാടിയിട്ടുണ്ട്. ശരിയല്ലേ? അതെ, ഞാൻ ആ പാട്ടിന്റെ മൂഡിലോട്ട് എന്നുവെച്ചാൽ നമ്മുടെ മൈഥിലിയുടെ അമ്മയില്ലേ, ആ. മൈഥിലിയുടെ അമ്മ പറഞ്ഞ എന്നെ കാമുകയായിട്ട് കണ്ട് പാടിക്കോളാം. അപ്പൊ അവൻ അത് മനസ്സിൽ വിചാരിച്ചങ്ങ് പാടുമായിരുന്നു. എന്റെ സാംകുട്ട. ആ ആന്റി പറഞ്ഞത് ആ ഫീൽഡിൽ പാടണം എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ആ ആന്റി അങ്ങനെ കാണാനല്ല ഉദ്ദേശിച്ചത്. അതെനിക്ക് മനസ്സിലായി. മല്ലീശ്വരന്റെ എന്നാണ് പാടിയത്. ആ. മല്ലീശ്വരനാണ്. ഓക്കെ. അതെനിക്ക് സംശയം തോന്നി. ആ. വേറൊരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്താ വെച്ചാ, ഇതിലുള്ള വരികളിലൊക്കെ ഒരു കാലഘട്ടത്തിന്റെയാണ്. ഇപ്പോ അസ്ഥികൾക്കുള്ളിലൊരു ഉന്മാദ വിസ്മൃതി തൻ അജ്ഞാത സൗരഭം പടർന്നു കയറി, അതുവരെ അറിയാത്ത പ്രാണഹർഷങ്ങളിൽ അവളുടെ താരുണ്യം അലിഞ്ഞിറങ്ങി. ഇതൊക്കെ ഈ ഒരു കവിത പോലെ അത് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് പ്രൊണൗൺസ് ചെയ്യുന്നത്
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നീ ചെയ്തിട്ടുണ്ട്. അതെ താങ്ക് യു സാർ. ഇതാണ് ശരിക്കും റീട്രോ റീവൈൻഡ് എന്ന് പറയുന്നത്. നമ്മളെ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. കാലത്തിന്റെ ഒരു വ്യത്യാസം ഇപ്പൊ വന്നിട്ടുണ്ട്, പക്ഷെ ആ കാലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത് ആരാണ്? സാംസങ് സോണി. സാം കുട്ടാ എന്തോ സാറേ? പറഞ്ഞല്ലോ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്, കേൾക്കാൻ നല്ല സുഖമാണ്, പാടുമ്പോൾ വിവരം അറിയുന്നുള്ള കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് തരുന്ന മാർക്ക് കുറച്ച് കുറവാണ്. ഹാട്രിക് ചാൻസ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ പ്രതീക്ഷിച്ചു. അതെ. ഇന്നിപ്പോൾ സാംകുട്ടന് കിട്ടിയിരിക്കുന്ന മാർക്ക് 99 പോയിന്റ് അല്ല 100 ഔട്ട് ഓഫ് 100 ആണ്. താങ്ക് യു സാർ. അങ്ങനെ ഒരു മധുരമഴ. അപ്പൊ പറഞ്ഞ പോലെ ഒരു ഹാട്രിക് ചാൻസ് ആയി. അതെ. ഹാട്രിക് അടിക്കുമെന്ന് എനിക്ക് അറിയണം. ആ ചേച്ചി എടുത്തോളാം. പോക്കോ ഒച്ചു വെക്കോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ബൈ. ബൈ. ഹാപ്പി ക്രിസ്മസ്. ബൈ. ഹാപ്പി ക്രിസ്മസ്. മധുവങ്കൾ ഓ സുഖല്ലേ? സുഖം തന്നെ. ക്രിസ്മസ് ആയിട്ട് വേറെന്താ പരിപാടി? ഏതെങ്കിലും മധുവങ്കളുടെ ഒരു ക്രിസ്മസ് വിശേഷം? എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ക്രിസ്മസ് ആയിട്ടില്ല, ഇത്തവണ എവിടെയും പോകുന്നില്ല. വത്തിക്കാനിൽ പോണില്ലേ ക്രിസ്മസ് ആയിട്ട്? പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ക്രിസ്മസ് ആയിട്ട് ഇത്തവണ വീട്ടിൽ തന്നെ. വീട്ടിൽ തന്നെ ക്രിസ്മസ്. അതെ. മധുവങ്കളുടെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ്? ട്രീ ഉണ്ടാക്കോ? ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും, ദിവ്യ ഉണ്ടാക്കാറുണ്ട്. ദിവ്യാണ് എല്ലാം ചെയ്യുന്നത്. പുൽക്കൂട് പുൽക്കൂടൊക്കെ ദിവ്യാണ് ചെയ്യാറുള്ളത്. എല്ലാം ഉണ്ടാക്കും. യെസ്. എന്റെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും 30th വെഡിങ് ആനിവേഴ്സറി ആണ്. ഓ അടിപൊളി. 30th വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. യെസ്. അപ്പൊ സ്പെഷ്യൽ ക്രിസ്മസ് എല്ലാപ്പോഴും സ്പെഷ്യൽ ആണ് നമുക്ക് ക്രിസ്മസ്. അടിപൊളി. എം ജെ അങ്കിൾ നമ്മുടെ 30th വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ മാസത്തിലായിരുന്നു. ഓ അപ്പൊ ഏകദേശം ഒരേ സമയങ്ങളിൽ സമയത്ത് അതെ. ക്രിസ്മസോ എം ജെ അങ്കിളുടെ ക്രിസ്മസ് എങ്ങനെയാ? ക്രിസ്മസ് മനസ്സിലാണ്, പുറമെ ആഘോഷങ്ങളില്ല. പുറമെ അധികം ആഘോഷങ്ങളില്ല. പക്ഷെ ഒരു കാലത്ത് ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്റെ അമ്മയ്ക്ക് ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ കേക്ക് ഉണ്ടാക്കും. അടിപൊളി. അതൊരു 2 മാസം മുമ്പേ തുടങ്ങും. കേക്ക് മിക്സിങ് നേരത്തെ തുടങ്ങും. എന്നിട്ട് ഒരു എത്രയോ ടൺ കേക്കുകൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കും. അപ്പൊ നമ്മുടെ ബെഡ്റൂമിൽ നിന്നും കട്ടിലല്ലാതെ ബാക്കിയെല്ലാം കേക്കായിരിക്കും. നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചാടി കേക്കിന്റെ ഇടയിൽ കൂടെ ചാടി നടക്കണം. എന്റെ സ്വപ്നത്തിലുള്ള വീട് അങ്ങനെയാണ്. കേക്കിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചാടി അതുകൊണ്ട് വലിയ ക്രേസ് ഇല്ല കുട്ടൻചേട്ടന് കേക്കിനോട്. പ്ലം കേക്ക് എന്റെ അമ്മ ഉണ്ടാക്കും, അസാധ്യമായിട്ട് ഉണ്ടാക്കും. അപ്പൊ അത് അമ്മയുടെ മംഗല്യ ബേക്കറിയിൽ അത് കൊടുക്കുമായിരുന്നു. അത് മാത്രമല്ല ക്രിസ്മസ് ബസാറുണ്ട് ഗവൺമെന്റിന്റെ. അവിടെ അമ്മയുടെ മംഗല്യ ബേക്കറിയുടെ ഒരു സ്റ്റാൾ ഉണ്ടാവും. അവിടെ എത്രയോ ടൺ കണക്കിന് കേക്കാണ് വിൽക്കുന്നത്. ശരിക്കും സ്വപ്നം കാണുന്നവരുണ്ട്. മൈ ഡ്രീം ഹൗസ്. ഞാൻ അവിടെ ജനിക്കണം. മാത്രമല്ല ആ കേക്ക് ഇങ്ങനെ പൊതിയുന്ന രീതിയുണ്ട്, ഈ പ്ലം കേക്ക് പൊതിയുന്ന രീതി. എന്നിട്ട് അവസാനം അതിന്റെ മേളില് മംഗല്യ ബേക്കറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കും. ഇതൊക്കെ ദിവസങ്ങളോളം ഉള്ള പരിപാടിയാണ്. അപ്പൊ അതിലൊക്കെ ഞാനും അതിന്റെ ഭാഗമായിട്ടുണ്ട്, എന്റെ ചേട്ടനും ഭാഗമായിട്ടുണ്ട്, നമ്മുടെ അനിയത്തിമാരും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടൻചേട്ടൻ്റെ വീട്ടിൽ പോയി. ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ അവിടുത്തെ ബേക്കറി, അതിന്റെ നല്ല വാസനയാണ് അവിടെ നിന്ന്. സീസൺ 1 മുതൽ അച്ഛനാ അത്ര അച്ഛൻ. മധുര അസൂയാട്ടോ, എന്റെ മോളാണെന്നുള്ള അസൂയാട്ടോ. ഒരു ജിലേബി പോലും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കേക്കിന്റെ എണ്ണം കൂടി നാളെ ഫ്ലോറിലുള്ള എല്ലാവർക്കും ഓരോ കേക്ക് നമ്മളിങ്ങനെ ക്രിസ്മസ് ഫ്രണ്ട് കളിക്കില്ലേ, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ ഒരാൾ അങ്ങോട്ട് കേക്ക് കൊടുക്കും, വേറൊരാൾ ഇങ്ങോട്ട്. എല്ലാരും കാത്തിരിക്കണം കേട്ടോ. അതിന് മുന്നേ ഒരാള് പാടാനെത്താണ്. നമ്മുടെ മൈഥിലി കുട്ടിയാ വരുന്നത്. വിളിക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഒരു പാട്ട് കേട്ടാലോ? കേൾക്കണം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം മൈഥിലി കുട്ടി ഓൺ സ്റ്റേജ്. മൈഥിലി കുഞ്ഞെ എന്ത് പറയുന്നു? എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ആണോ? അച്ഛൻ 2 വർഷം കൂടിയാ വരുന്നേ. എവിടെയാ അച്ഛൻ? അത് ഒമാനിലാണ്, മസ്കറ്റിലാണ് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ മൈഥിലി കുഞ്ഞ്? മൈഥിലി കുഞ്ഞ് പിടിക്കുകയാണ്, കലക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ വന്നപ്പോ എന്താ പറഞ്ഞേ? അച്ഛൻ പറഞ്ഞു നന്നായിട്ട് പാടണം എന്ന് പറഞ്ഞു. അല്ല, 2 വർഷം കഴിഞ്ഞിട്ടാണോ അപ്പൊ അച്ഛൻ? 2 വർഷം. അപ്പൊ കുഞ്ഞാവേനെ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ അച്ഛൻ ആദ്യമായിട്ട് എന്റെ പാട്ട് ലൈവായിട്ട് കേൾക്കാൻ പോകുന്നത്. ഓ, സ്പെഷ്യൽ. അപ്പൊ അച്ഛന് അഭിമാനാണ് ശരിക്കും. തീർച്ചയായും അല്ലെ, നമ്മുടെ കുഞ്ഞ് വെരി പ്രൗഡ്. വി ആർ പ്രൗഡ് ടു. അതാണ് മോളുടെ ഒരു ഭയങ്കര വൈബ്രന്റ് ആണ്. പിന്നെ ഈ സ്റ്റേജ് വരുമ്പോൾ കോൺഫിഡൻസ് ഉണ്ട്.
പിന്നെ പാട്ട് പാടുമ്പോൾ അതിൽ ശ്രദ്ധയുണ്ട്. അതെ, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ്. അപ്പൊ യു ക്യാൻ ബി പ്രൗഡ് കേട്ടോ. അതെ. മസ്കറ്റിലെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ അഭിപ്രായങ്ങള്? തീർച്ചയായും. അതെ, പിന്നെ എന്റെ അച്ഛന്റെ അനിയന്റെ മകള് വന്നിട്ടുണ്ട്, ലച്ചു. ലച്ചു അതാണോ അതാണോ പിങ്ക് ലക്ഷ്യ. ആ പിങ്ക് മുഖം ഡ്രസ്? Hello, hello. പൊത്തിയിരിക്കുന്ന ലച്ചു എവിടെ ഇങ്ങനെ മുഖം കാണുന്നില്ലല്ലോ. പൊത്തി പിടിച്ചിരിക്കുകയാണ്. അതാണ് ലച്ചു അല്ലേ? ഹായ് ലച്ചു. ലച്ചു അതിനിപ്പുറത്ത് അനീതി ഉണ്ടല്ലോ. അപ്പൊ അച്ഛന്റെ സാന്നിധ്യത്തിൽ ആദ്യമായിട്ടാണ് ആ, അല്ലേ ആ. പാടാൻ പോണേ. ഒരു ലൈവ് പെർഫോമൻസ് ആദ്യമായിട്ട് അച്ഛൻ കാണാൻ പോവാണ്. അപ്പൊ ഏത് പാട്ടാണ്? നീലാഞ്ജന പൂവിൻ താലാട്ടൂഞ്ഞൽ. നൈസ്. വെരി ഗുഡ്. പൈതൃകം സിനിമയിലെ ആ, ബോംബെ ജയശ്രീ മാം പാടിയത്. യെസ്. ജയരാജ് സാറാണ് ഡയറക്ടർ. സിനിമ. എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അതെ അതെ ബ്യൂട്ടിഫുൾ ഫിലിമാണ്. അതെ, Beautiful. നല്ല പാട്ടുകളുണ്ട്. അതെ. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ്. വർഷം 1993. സംഗീതം SP വെങ്കടേഷ് സാർ. ആ. എഴുതിയത് കൈതപ്രം സാർ. യെസ്. ഇതിന് 2 വേർഷൻസ് ഉണ്ടോ? ആ. ചിത്ര ചേച്ചി പാടിയതും ബോംബെ ജയശ്രീ ചേച്ചി പാടിയതും പാടിയത്. ആ, ഉണ്ട്. ആ, ആ. ഉണ്ട്. ജയശ്രീ ചേച്ചി എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റർ, എൻ്റെ ചേച്ചിയാണ്. പ്രിയപ്പെട്ട, അത്രയും പ്രിയപ്പെട്ട ചേച്ചിയാണ്. ഇടയ്ക്ക് ചേച്ചിയായിട്ട് സംസാരിക്കാറുണ്ട്. എൻ്റെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് ചേച്ചി. ചേച്ചിയുടെ കച്ചേരി കേൾക്കാനായിട്ട്, എത്രയോ കച്ചേരി കേൾക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ചേച്ചിക്ക് ഒരു വലിയൊരു നമസ്കാരം. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. All the best. All the best. നീലാഞ്ജനപ്പൂവിൻ താലാട്ടുഞ്ഞാലിൽ തേവാരം
ബ്യൂട്ടിഫുൾ. വെരി നൈസ് മോളെ, വെരി ഗുഡ് വെരി ഗുഡ്. മൈഥിലി കുട്ടി എന്തോ എന്തോ ഒരു ടെൻഷൻ ഉണ്ടോ? വലിയ ടെൻഷനില്ല. ശരിയായോ? ചെറിയൊരു ടെൻഷൻ. ആ വിചാരിച്ച പോലെ വന്നോ? കുഴപ്പമില്ലാതെ വന്നു. ഒന്നുകൂടെ പറഞ്ഞേ, കുഴപ്പമില്ലാതെ പാടാൻ ഒന്നുകൂടെ പറ്റി. പറഞ്ഞേ. കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. അസലായിട്ട് പാടി. അസലായിട്ട് പാടി. ഇത് കുഴപ്പമില്ലാതെ അല്ല. ആ കോൺഫിഡൻസ് വേണേ കേട്ടോ, അത് അഹങ്കാരമല്ല കേട്ടോ. ആ അങ്ങനെ കോൺഫിഡൻസ് നമുക്കുള്ളത് നല്ലതാണ്. ആ ഒരുപാടിടങ്ങള് നമ്മുടെ ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോഴേ എത്ര ആഹാ മൊമെന്റ്സ് ഉണ്ട് എന്നുള്ളത് നോക്കിയാണ് ആ പാട്ട് എത്ര ഉഗ്രനായിട്ട് പാടിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ. ഇതിലൊരു 150 ആഹാ മൊമെന്റ്സ് ഉണ്ട്. Thank you. Into 3. അതെ. യെസ്. ഓരോ നിമിഷങ്ങളിലും മധു അത്രത്തോളം ഉള്ളിലേക്ക് നോക്കിയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഇപ്പൊ മധുവിന്റെ ഒരു ആഹാ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഉള്ളിൽ ഇങ്ങനെ തൊടണം, ആ ഒരു തൊട്ടാ മാത്രമേ ടച്ച് പറയൂ. കിട്ടിയാൽ മാത്രമേ. ഞാൻ നോക്കുമ്പോ മധു ഇങ്ങനെ അവിടെ കിട്ടുന്നു, ഇവിടെ കിട്ടുന്നു, എവിടെ കിട്ടുന്നു, ഒരു രക്ഷയില്ല. ഇങ്ങനെ ആഹാ മൊത്തം ഇങ്ങനെ സ്കാറ്റർ ചെയ്തോണ്ടിരിക്കുക. അതൊരു റയർ മൊമെന്റ് ആണ്. ഇത്രയും വർഷം മധുവിന്റെ കൂടെ ടോപ്പ് സിംഗറിൽ ഇരുന്നതല്ലേ, അപ്പൊ എനിക്ക് അത് മനസ്സിലാവും. അപ്പൊ ആ പെർഫെക്ഷന്റെ ഒരു പോയിന്റിൽ എത്തിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. തീർച്ചയായിട്ടും. അതുപോലെ ആഹാ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന വേറൊരാളുണ്ട് ശല്യം. എനിക്ക് ഈ ചെവി കേൾക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഈ ആഹാ പാട്ട് കേൾക്കാൻ സമ്മതിക്കുന്നില്ല. അതിനാണ് ആഹാ. എനിക്കില്ലേ, എനിക്ക് ആ ജോയ് ഒക്കെ ഷെയർ ചെയ്യണം. കാരണം അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഈ ജേണി കണ്ടതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കുമാണ്. അതുകൊണ്ട് എനിക്കത് ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് ആര്യ ഒരു സൂപ്പർ മ്യൂസീഷ്യൻ ആവുന്നത്. തീർച്ചയായിട്ടും. അപ്പോ മോളെ ഓരോ ലൈനായിട്ട് എടുത്ത് പറയണമെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫുൾ പാട്ട് ഒന്നുകൂടെ പാടിപ്പിക്കേണ്ടി വരും. ഞാൻ കൊതിയുണ്ട്. താലാട്ടു ഞാലിൽ എന്ന് പാടിയില്ലേ, ആ സംഗതി കഴിഞ്ഞിട്ട് പൂവിനുള്ള ചെറിയ ചിന്ന സംഗതി കഴിഞ്ഞിട്ട് ആ താലാട്ടു ഞാൻ, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. Thank you. വെരി സൂത്തിങ് ടു ദി ഇയേഴ്സ്. Thank you. ചന്ദ്രനോ എന്ന് പറഞ്ഞ അവിടെ സംഗതി പാടില്ല, അത് കേട്ട് ചന്ദ്രനോ സൂര്യനോ ആ. പുലരിയോ വന്നു. അത് ഈ പുലരി മാത്രമായിരുന്നു. പുലരി വേണ്ടിടത്തോളം ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ വിടർന്നു വന്നു എന്നൊരു സംശയം നമുക്ക് മൂന്നുപേർക്കും ഉണ്ടായി. മധുച്ചേട്ടൻ പറഞ്ഞ എന്താ അറിയോ, ആ നീലാഞ്ജന പൂവിന് പാടാൻ പറ്റുന്ന ആളാണെങ്കിൽ പുലരി പാടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിനൊരു ടാലന്റ് ഉണ്ടെന്നാണ്. യെസ്, അപ്പൊ അത് നമ്മൾ കണ്ണടച്ചു. കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഈ പൈതൃകം, ഈ സിനിമയുടെ പേരും പൈതൃകമാണ്. അതില് പൈതൃകം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തെളിയവേ പൈതൃകം ധന്യമായി മാറണം പാടിയില്ലേ, അതില് പൈതൃകം എടുത്ത് പാടിയത് സൂപ്പർ. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇത് കേൾക്കുമ്പോഴേ എപ്പോഴും നമുക്ക് ലിങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്യൂണുണ്ട്. അത് SP വെങ്കടേഷ് സാറിന് ഒരു നമസ്കാരം പറയേണ്ട സംഭവം. അത് വേറൊന്നുമല്ല, ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇതിന്റെ ഒരു മോട്ടീഫ് എന്ന് പറയുന്നത്, നമ്മൾ ആ മ്യൂസിക്കൽ ടേംസിൽ അതിന്റെ ഒരു തീമാണ്. അത് ഒന്നുകൂടെ നമുക്ക് കേട്ടു നോക്കാം. 1 2 3 4 ഇനി വീട്ടിൽ പോകുമ്പോഴും ഇതും ക്യാരി ചെയ്താണ് നമ്മൾ പോകുന്നത്. നമ്മളെ പെട്ടികളൊക്കെ എടുക്കുന്നതിന്റെ കൂടെ ഈ സ സ സ സ സ സ രേ മ പ മ രേ സ നേ 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 മ പ നേ അതാണ് ലയനം. അതായത് സംഗീതത്തിന്റെ ലയനം. ദാറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. ഈ കോമ്പോസിഷന്റെ അതിന്റെ കൂടെ മോളുടെ ശബ്ദം ഇങ്ങനെ മേർജ് ചെയ്ത് ഹാർമോണിയസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് എനിക്ക് എന്തൊക്കെ പറയണം എന്ന് അറിഞ്ഞോ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസം മൈഥിലിക്കുട്ടി. എനിക്കൊന്നും പറയാനില്ല. മൈഥിലിക്കുട്ടിയുടെ വോയിസിന് ഇത്രയും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ട്, അല്ലെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അത് അങ്ങനെ പാടി ആക്കി എടുത്തു എന്നുള്ളതാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഭയങ്കര രസം. എനിക്കറിയണം എന്താ ആലോചിച്ചിട്ടാ പാടിയേ? ഞാൻ
ഒന്നും അങ്ങനെ ആലോചിച്ചില്ല. എനിക്ക് പറ്റാന്ന് പാട്ട് നന്നാക്കണം. പാട്ട് നന്നാക്കണം എന്ന് ആലോചിച്ച് പാടി. അത് എന്തായാലും നല്ല എഫക്ട് ചെയ്തിട്ടുണ്ട് അതിന്. താങ്ക് യു. എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. മ്വാ. മിടുക്കി മിടുക്കി. സീതക്കുട്ടി, എന്തോ മൈഥിലി കുട്ടി, എന്തോ എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ശബ്ദം, പട്ടുപോലത്തെ ശബ്ദം താങ്ക് യു. കേട്ടോ. നല്ല ശബ്ദമാണ്. ആ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാൻ വളരെ സുഖമായിരുന്നു. താങ്ക് യു. എനിക്കും ആ പുലരിയോ എന്നുള്ളൊരു ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ലൈൻസും വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു. നല്ല എക്സ്പ്രഷൻസ് ആണ് ആ ശബ്ദത്തിൽ മോള് കൊടുക്കുന്നത്. നല്ല ആ ലൈനുകൾക്കൊക്കെ അത് അറിഞ്ഞു പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും മിടുക്കിയാണ്, മിടുക്കിയാണ്. താങ്ക് യു. അച്ഛനെന്ന് വന്നപ്പോ അതിന്റെ ഒരു സന്തോഷം കൂടി Special. ഉണ്ടായിരുന്നു. അച്ഛനെ സന്തോഷിക്കാം അല്ലേ? അച്ഛൻ വന്നപ്പോ ഞങ്ങള് അച്ഛന്റെ അനിയത്തിയുടെ വീട്ടിൽ പോയി. അത് ഇടുക്കിയില്ല. അപ്പോ ഞങ്ങൾ അവിടെ വെച്ച് സിപ്ലൈനിൽ കുടുങ്ങിപ്പോയി. എന്നിട്ട് ഞങ്ങള് 2 വർഷം മുമ്പ് അവിടെ പോയായിരുന്നു അച്ഛൻ വന്നപ്പോ. അപ്പോഴേ അച്ഛന്റെ അനിയത്തിനെ ഞാൻ ചിറ്റമ്മന്ന് വിളിക്കും. ചിറ്റമ്മയുടെ മോളുണ്ട്, ഞാൻ നന്ദ ചേച്ചിന്നാ വിളിക്കുന്നത്. അപ്പൊ ഞാനും നന്ദ ചേച്ചി ഇങ്ങനെ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്യായിരുന്നു സിപ്ലൈനിൽ കയറണം എന്ന്. അപ്പൊ അങ്ങനെ ഇപ്രാവശ്യം ഉറപ്പായിട്ട് സിപ്ലൈനിൽ കയറണം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് വീട്ടിൽ നിന്ന് അല്ല അവരുടെ വീട്ടിൽ നിന്ന് വലിയ വീരവാദമൊക്കെ അടിച്ചിട്ട് ഞങ്ങള് സ്ഥലത്തെത്തിയപ്പോഴത്തേനും അതൊക്കെ കണ്ടപ്പോ എനിക്കൊരു പേടി. എനിക്ക് 2 പേർക്കും ഒരു പേടി. പേടി. നന്ദച്ചേച്ചി ആണെങ്കിൽ പേടിച്ച് വിറയ്ക്കുമായിരുന്നു. ഞങ്ങൾ അങ്ങനെ ധൈര്യം സംഭരിച്ച് കേറി. എന്നിട്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ പുറകോട്ട് പോവാ. അപ്പൊ നടുക്കാവാറായപ്പോഴത്തേനും പയ്യെ സ്പീഡ് കുറഞ്ഞ് എന്നിട്ട് നടുക്ക് വെച്ച് സ്റ്റക്കായി പോയി. പറ്റിച്ചതായിരിക്കും ചിലപ്പോ അവര്. അല്ല, എന്നിട്ട് ഒരു ചേട്ടനാണെങ്കിൽ എന്റെ കയറി കൂടെ എന്നെ രക്ഷിക്കാൻ വന്നു. 2 പേരും ഒന്നിച്ച് കൈ പിടിച്ചവ. എന്റെ കയറി കൂടെ രക്ഷിക്കാൻ വന്നപ്പോ അവിടെ അക്കരെ നിന്ന ചേട്ടന്മാര് പറഞ്ഞു കൈ പിടിച്ചോളാൻ പറഞ്ഞു. രക്ഷിക്കാൻ വന്ന ചേട്ടൻ കൈ വിടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ രക്ഷിക്കാൻ വന്ന ചേട്ടൻ പറഞ്ഞ പോലെ കൈ വിട്ടു. എന്നെ വലിച്ചോണ്ട് അങ്ങ് പോയി. അയ്യോ. അപ്പൊ ചേച്ചിയോ? ചേച്ചിയാണ് അവിടെ കിടന്ന് കാറുക. അപ്പൊ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞോണ്ട് ചേച്ചിനെ രക്ഷിച്ചില്ലേ? അല്ല, ചേച്ചി ഇപ്പോഴും സിപ്ലൈനിലാണോ? ചേച്ചി ഇപ്പോഴും അവിടെ തന്നെയാണ്. അല്ല, എന്നിട്ട് ആ ചേച്ചി കാറിയപ്പോഴത്തേനും ആ ചേട്ടൻ വീണ്ടും എന്നെ, ഞങ്ങളവിടെ എത്തിയില്ല അതിനു മുമ്പ് തന്നെ എന്നെ വീണ്ടും തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി കൈ പിടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ അക്കരെ എത്തി. രക്ഷപ്പെട്ടു. ദൈവമേ, ഇപ്പൊ നമ്മളൊക്കെ അവിടെ എത്തിയ പോലെ തോന്നിയില്ലേ? അത് ശരിയാട്ടോ. നന്നായിട്ട് കഥ പറയാൻ പറ്റും കേട്ടോ. അതെ അതെ. അതുകൊണ്ട് തന്നെയാണ് പാട്ട് നന്നായിട്ട് പാടാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി മാർക്കറിയാം അല്ലേ? ഇപ്പൊ അപ്പടി പ്രശ്നമായാലോ? എന്താ പറ്റി? കാരണം പുലരി അതൊരു എന്താണ് ചെയ്യണമെന്ന് ഒരു പിടി കിട്ടുന്നില്ല. പുലരിയോ അത് കറക്റ്റ് ആയിരുന്നെങ്കിൽ അതിൽ നമ്മൾ കുടുങ്ങി കിടക്കുകയാണ്. അതാണ് നമ്മള് ഇങ്ങനെ ആലോചിക്കുക. കുടുങ്ങിപ്പോയി. രക്ഷിക്കാൻ ഒരു ചേട്ടൻ വരും. രക്ഷിക്കാൻ ഒരു ചേട്ടൻ വരുമോ? അപ്പൊ കൈ പിടിച്ചോണം. ഇപ്പൊ എന്ത് ചെയ്യും ക്യാപ്റ്റൻ? ഞാൻ ആലോചിക്കുകയാണ്, നിങ്ങൾ എന്റെ കൂടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടെ ഒരു പെർട്ടിക്കുലർ സ്കോർ പറഞ്ഞ് മുന്നോട്ട് പോവാം. ഒരു പെർട്ടിക്കുലർ സ്കോർ പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ പിണങ്ങിപ്പോയ പോലെ ഇനി പിണങ്ങിപ്പോയേക്കും. പിണങ്ങരുത്. എംജെ സർ, നോ. സിപ്പ് ലൈനിൽ നമ്മൾ ഒരുമിച്ചാണ്. ഓക്കെ. അപ്പൊ സിപ്പ് ലൈൻ എവിടെ എത്തി? പാതിയിലെത്തിയോ അതോ ഫുള്ളായിട്ട് അതുവരെ എത്തിയോ അതോ 99 വരെ എത്തി നിൽക്കുന്നു ഇപ്പൊ സിപ്പ് ലൈൻ? അതാണ് അങ്ങോട്ട് കടക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പുലരിയോ പ്രശ്നം. ഞാൻ നന്നായിട്ട് പാടി, ഒരു തെറ്റും ഇല്ലായിരുന്നു. ചെറിയ തെറ്റല്ലേ? ചെറിയ 100 കിട്ടണമെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കണം അല്ലേ? ചെറിയ തെറ്റ് വന്നാലും 99 ആവും, അല്ലെങ്കിൽ 99.5 ആവും, അല്ലെങ്കിൽ 99.75 ആവും. എന്നാലും 0.25 കുറയൂലേ? അപ്പൊ എന്ത് ചെയ്യും? പിന്നെ പാടി കേൾപ്പിച്ചില്ലേ? ഞാൻ ഒന്നുകൂടെ പാടി കേൾപ്പിച്ചില്ലായിരുന്നു. പിന്നെ ഒന്നുകൂടെ പാടി കേൾപ്പിച്ചല്ലേ? അതൊരു നല്ലൊരു കറക്റ്റ് ആയിട്ട് വരും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതെ. അപ്പൊ കുഞ്ഞിന് അങ്ങനെയൊക്കെ പാടാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അതെ. അതുകൊണ്ട് യു ആർ ഗോയിങ് ടു ബി അവാർഡഡ് 100 on 100 ടുഡേ. വിളിച്ചോ കസിനെ, അനിയത്തിനെ, എല്ലാരും വിളിച്ചോ പേർക്കാൻ. സന്തോഷായോ മൈഥിലി കുട്ടി? സന്തോഷായി. എത്ര 100 കിട്ടി? ചേട്ടൻ ഹാപ്പി അല്ലേ? ഇത് ഫസ്റ്റ് 100 ആണോ? കൺഗ്രാജുലേഷൻസ്. ഫസ്റ്റ് 100 ആണ്. അതും അച്ഛൻ വന്ന ദിവസം.
അച്ഛൻ എന്താ പറയാനുള്ളത്? ഇത് മൈഥിലിക്കുട്ടിയുടെ അച്ഛന് സന്തോഷം. സന്തോഷം, ഹാപ്പിയായി ഇന്ന് തന്നെ Happy ആയി. ഇങ്ങനെ ഒരുപാട് കണ്ടത് happy ആയി. കിട്ടിയതല്ലേ? സ്പെഷ്യൽ ഡേ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, ടാറ്റാ, ബൈ, സീ യു, ബൈ. മധുങ്കിൾ, ഇനി വരാൻ പോകുന്നത് നമ്മുടെ ബാക്കി ഫില്ല് ചെയ്യ ഡാഷ് നോ വൈദ്യുതി വൈദ്യുതി കുട്ടിയാണ്. വൈദ്യുതി കുട്ടിയാണ് അത് അമ്മുക്കുട്ടി എന്ന് പറയണ്ടേ? അതെ, അമ്മുക്കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ദ്വിതിക്കുട്ടിയാണ്. കൊണ്ടൊക്കെ വന്നാണോ രണ്ടുപേരൊക്കെ? എന്താ പരിപാടി? എന്താ ചേട്ടാ? ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനക്കറിയില്ല. ഇല്ല. എന്താ? ഇവള് പാടുന്ന എല്ലാ പാട്ടിനും മിക്കവാറും എല്ലാ പാട്ടിനും ഞാൻ കേറി ഇരുന്നിട്ടുണ്ട് പാടുന്ന. എവിടെ കയറി? കാണാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ശരിക്കും വന്നിട്ടുണ്ട്. ഞാനും ജഗത്തേട്ടന്റെ പാട്ട് കാണാൻ വരാറുണ്ട്. സംസാരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ? എന്ത് പറ്റിയത്? എന്നിട്ട് എനക്ക് ഈ ടോപ്പ് സിംഗറിൽ സെലക്ഷൻ കിട്ടുന്നവരെ ഒരു സ്വന്തമായിട്ടൊരു ചേട്ടനുണ്ടായേ. അപ്പൊ ടോപ്പ് സിംഗറിൽ സെലക്ഷൻ കിട്ടി. പിന്നെ എനക്കൊരു കുഞ്ഞ് അനിയത്തിയും കൂടി ആയി. അതാണ് ദ്യുതിക്കുട്ടി. പിന്നെ ഇവളധികം ആരോടും മിണ്ടും ചിരിക്കൊന്നും ചെയ്യില്ല. പക്ഷെ എന്റെ ഒപ്പം നമ്മ ഒരുമിച്ച് പാട്ട് പാടും, ഡാൻസ് കളിക്കും, എന്തെല്ലാം ചെയ്യുന്നമ്മ. ചേട്ടനെ അനിയത്തിയും കിട്ടി. അതെ അതെ. എന്താ അനിയത്തി കുട്ടീനെ കുറിച്ച് എന്താ പറയാനില്ല ചേട്ടന്? എനക്ക് ഇവള് എല്ലാരും എന്നോട് മിണ്ടുന്ന പോലെയല്ല. ഇവള് എനക്ക് ലേശം സ്നേഹം കൂടുതലാണ്. എന്റെ ഒപ്പം കളിക്കാനും അങ്ങനെയെല്ലാം കൂടുതൽ എന്റെ ഒപ്പം കളിക്കുന്നത് ഇവളാ. ഇവളാണ്. ദ്വിതിക്കുട്ടിക്ക് ഒരു നല്ല ചേട്ടനാണോ? മാറ്റിയാലോ? ഇവനെ മാറ്റി വേറൊരു ചേട്ടനെ വാങ്ങിയാലോ? എങ്ങനെയുണ്ട് ഈ ചേട്ടൻ? എങ്ങനെയുണ്ട് ദ്യുതിക്കുട്ടി? നല്ലതാ. നല്ല ചേട്ടനാണ്. ദ്യുതിക്കുട്ടി നോക്കി തീർന്നില്ല. ഇതിന്റെ പുതിയ ഡെക്കറേഷനും മഞ്ഞൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ദ്യുതിക്കുട്ടിയുടെ ആൻസറുകൾ എന്തൊക്കെയാണ്? ഉണ്ട്, പിന്നെ ആയിരിക്കും, പിന്നെ താങ്ക്സ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രിംഗ് ആക്ഷൻ. അതൊന്നും കണ്ടില്ലല്ലോ. എന്നോടെല്ലാം ഇവള് ഫുള്ള് ഭയങ്കര വർത്താനമായിരിക്കും ഇവള്. എനിക്ക് ആലോചിക്കാൻ പറ്റണില്ല. ദ്യുതിക്കുട്ടി അങ്ങനെയൊക്കെ സംസാരിക്കോ? നല്ലോണം സംസാരിക്കും ഇവള്. ഫ്ലോറിലില്ല പോലെയല്ല. നിങ്ങൾ രണ്ടാളും ഏറ്റവും കൂടുതൽ എന്തിനെ പറ്റിയാ മിണ്ടാ? നമ്മ കൂടുതലും പാട്ടിനെ പറ്റിയാണ്. പാട്ടിനെ പറ്റി തന്നെ അല്ല, വേറെന്തെങ്കിലും പറ്റി. എന്ത് പറ്റി ഏറ്റവും കൂടുതൽ ജഗത്തേട്ടനോട് മിണ്ടുന്ന എന്നാത്തിനെ പറ്റിയാ? എന്നുവെച്ചാ ഫുഡാണോ അതോ കാർട്ടൂൺ ആണോ എന്തെങ്കിലും കളിക്കുന്നതിനെ പറ്റിയാണോ? കളിക്കുന്നതിനെ പറ്റി ആയിരിക്കും. ആണോ? അതെ. ജഗത്തേട്ടൻ കേട്ടോ ഈ പാട്ട്? ഏത് പാടാൻ പോകുന്നു ഇപ്രാവശ്യം ഇവളെ പാട്ട് ഞാനും കൂടി കേൾക്കാൻ വിചാരിച്ചു. ജഗത്തേട്ടൻ പഠിപ്പിക്കാറുണ്ടോ? പഠിപ്പിക്കാറില്ല, കുറച്ച് മറ്റേ ഒരു ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കണുണ്ടല്ലോ കഴിഞ്ഞ ദിവസം വീഡിയോയില്. പ്രൊഫൈൽ അതുപോലെ അനിയത്തെ പഠിപ്പിക്കാറുണ്ടോ? പഠിപ്പിക്കാറില്ല. ഞാൻ ഇവള് എനിക്ക് പാടിത്തന്നാൽ ഞാൻ കുറച്ചെല്ലാം കറക്റ്റ് ചെയ്തു. അപ്പൊ ഇന്ന് ദ്യുതി പാടാൻ പോകുന്ന പാട്ട് ഏതാ? മേലെ പൂമല. പാട്ട്. താഴെ മേലെ പൂമല, താഴെ എന്താ? പിന്നെയും താഴെ നോക്കാം. താഴെ തേനല കാറ്റേവ. അപ്പൊ പാലപ്പും കന്നിക്ക് പളുങ്ക് കോർക്കും നിലാവിൽ മഞ്ചലിൽ കാറ്റേവാ. അപ്പൊ ഡീറ്റെയിൽസ് പറഞ്ഞേ. ഫിലിം മദനോത്സവം. പാടിയത് യേശുദാസ് സാറും സബിത ചൗധരി മാമും. മ്യൂസിക് ഡയറക്ടർ സലിൽ ചൗധരി സാറും. ലിറിക്സ് ONV കുറുപ്പ് സാർ. പിന്നെ വർഷം 1978. വെരി ഗുഡ്. അപ്പൊ ഏട്ടാ ഇവിടെ വന്നിരുന്നോളൂ. ഓൾ ദി ബെസ്റ്റ് പറടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നീ വാ നീ വാ നീ വാ പറഞ്ഞില്ലേ? മീനുകുട്ടാ, എന്തോ നമ്മൾ ക്ലാസ്മേറ്റ്സ് ആണേ. ഓ ആണോ? ആ, 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ആണോ? 3A 3A 3B 3C ഡിവിഷൻ ഒന്നും ഇല്ല. ഒരേ class. നമ്മൾ തമ്മിൽ ഒരു ഡിവിഷനും ഇല്ല. ആണോ? ഒറ്റ ക്ലാസ്, ഒറ്റ ക്ലാസ്. അത് ശരി, ഒറ്റ വേറെ വേറെ ക്ലാസ്. ബെഞ്ചിലാ അടുത്ത് വന്നിരിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വിളിച്ചത്. ഇങ്ങോട്ട് വിളിച്ചത്. ഓ അയ്യോ, എങ്ങനെ പാടിയല്ലേ മീൻകുട്ടാ? അതെ, ഇങ്ങനെയൊക്കെ പാടാൻ പറ്റൂ? പറ്റും. ആ, ആയിരിക്കും. ആ, പറ്റും. ആ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിൽ വിചാരിച്ചാൽ പറ്റും. പറ്റും Yes. ആർക്ക് പറ്റും? അംകുട്ടിക്ക് പറ്റും. പറ്റും. പറ്റിച്ചേ. ഇങ്ങനെയാണോ? ആയിരിക്കും. ആയിരിക്കും. ചിലപ്പോ പറ്റിച്ചതായിരിക്കും. ആയിരിക്കും. ആ, ആദ്യത്തെ ആ. അമ്മയൊന്ന് പഠിക്കപ്പിക്കോ. ആഹാ ആഹാ അരേ വാ. ആ. സബാഷ്. യെസ്. അതില്ലേ അവസാനല്ലേ അഗരിത പഗരിത അതെ 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 അതെ. അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതെ, വളരെ ഡിഫിക്കൽട്ട് ആണ്. ഡിഫിക്കൽട്ട് ആണ് അത് പാടാൻ. അതെ അതെ അത് അതെ പാടി. അതെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്ത് രസം അത് കേൾക്കാൻ. അത് ഭയങ്കര രസമാണ്. അതുപോലെ ബീജിയം കഴിഞ്ഞിട്ടേ കണിപ്പൂവ് ചൊടി, അത് അത് കറക്റ്റ് correct താളത്തിലാ. ഒന്ന് പഠിക്കേ. 1 2 3. കണിപ്പൂവ് ചൂടി കളിയോടം തുടഞ്ഞു നീ അരികിൽ വാ, വെളിപ്പെട്ടു വേണ്ടേ, താളമേളം വേണ്ടേ വേണ്ടേ, സൂര്യകാന്തി മല താലി വേണ്ടേ, കണിപ്പൂവ് ചൂടി. സബാഷ്. വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലേക്ക് അതിന്റെ മുകളിലേക്ക് പോണത് കണക്ട് ചെയ്ത് മുകളിലേക്ക് പോണത്. മണി. അറുത് ഇട്ട് കൊടുത്തേ. ആ, മുടി പിരിചൂടും മുളങ്കാടിന്റെ കിങ്ങിണി കുഴലുമായി തലപൊലി വേണ്ടേ, താളവൃന്ദം വേണ്ടേ വേണ്ടേ, പൂവ് തേടി തേടി പാടും കാറ്റേ കൺമണി, പാടു പാടു നീ ചിങ്ങക്കാറ്റേ, നീ വാ നീ വാ നീ വാ, മേലെ പൂമല താഴെ തേനല കാറ്റേ വാ, പാലപ്പൂങ്കന്നിക്ക് പഴമ്പും നിലാവിൻ മഞ്ചലേ, കാറ്റേ വാ നീ വാ നീ വാ. സെലക്ഷൻ അല്ലേ? അതെ 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 അതെ. യുദ്ധിക്കുട്ടിക്ക് പറ്റിയ അതും ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുരുന്ന്. അല്ല, എനിക്ക് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്താണ് പറയുന്നത്, എന്തൊരു അത്ഭുതമാണല്ലേ ഈ പാട്ടൊക്കെ. വളരെ മെച്ചോർഡ് ആയിട്ടുള്ള പാട്ടുകാർക്ക് പോലും ഡിഫിക്കൽട്ടാണ്. അതെ അതെ അതെ. കറക്റ്റ് താളത്തില് പാടാനൊക്കെ. അതെ അതെ. ഓയിൻവി സാറാണ് എഴുതിയിരിക്കുന്നത്. ഈ പടു പാടു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പടു പടു പാടു 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 ട്യൂണിലായപ്പോ പടു പാടു എന്നായി പോയി. അങ്ങനെയാ, പാടു പാടു നീ ചിങ്ങക്കാറ്റേതാ. കാറ്റേ. അതുപോലെ കാറ്റേ വാ നീ വാ നീ വാ എന്നല്ലാതെ ട്യൂണ് കാറ്റേ വാ, നീ വാ, നീ വാ. അതെ അതെ അതെ. ഈ സിനിമ മദനോത്സവം അല്ലേ? അതെ, മദനോത്സവം. വേറെ പാട്ട് എനിക്ക് ഓർമ്മ വരുന്നത്, നീ മായും നീലാവോ എൻ ജീവന്റെ കണ്ണീരോ കണ്ണീരോ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സാഗരമേ, അത് പഠിക്കേ. സാഗരമേ ശാന്തമാകനീ, സാന്ധ്യരാഗം മായുന്നിതാ, ചൈത്രദിനവധു പോകയാൻ ദൂരെ യാത്രാ മൊഴിയുമാ, സാഗരമേ ശാന്തമാകനീ, സാന്ധ്യരാഗം മായുന്നിതാ, ചൈത്രദിനവധു പോകയായി
ദൂരെ യാത്രാമൊഴിയുമാ സാഗരമേ ശാന്തമാക എന്ത് രസത്തിലാ പാടുന്നേ. താങ്ക് യു. താങ്ക് യു. നല്ല നല്ല എന്താ പറയാ, ആ അനുപല്ലവും ചരണമൊക്കെ ആ സ്പീഡിൽ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ ചില്ലറ പടിയൊന്നും അല്ല. അതൊക്കെ നല്ല അടിപൊളിയായി പാടി കേട്ടോ. താങ്ക് യു. താങ്ക് യു. നല്ല ഭംഗിയുണ്ട് കാണാനും പാട്ട് കേൾക്കാനും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? എന്തായിരിക്കും അറിയില്ല. എനിക്ക് ആ ആദ്യം പാടിയ ആ ഓഹോ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭയങ്കര രസമായിരുന്നു അത്. താങ്ക് യു. താങ്ക് യു. മിടുക്കയാണേ നമ്മളെ. താങ്ക് യു. പിന്നെ ആ ഉള്ളില് ഒരു ഡാൻസ് ഉണ്ട്, അത് ഇങ്ങനെ വരുന്നുണ്ട് ഇടയ്ക്ക്. ഋതത്തിന്റെ ഒരു ഡാൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അതൊരു വളരെ നല്ലൊരു ആർട്ടിസ്റ്റ്. അച്ഛനും അമ്മയും അറിയാൻ വേണ്ടി പറയാ, നല്ലൊരു ആർട്ടിസ്റ്റിന്റെ ഒരു മനസ്സാണ് അത്. സെൻസിറ്റിവിറ്റിയാണ് അത്. പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല അത്. ജന്മനാൽ തന്നെ നമുക്ക് കിട്ടണം അല്ലേ? തീർച്ചയായിട്ടും. യെസ്. ദ്യുതിക്കുട്ടി ദ്യുതിക്കുട്ടി ഇപ്പൊ ശരിക്കും വൈദ്യുതി കുട്ടിയായി. ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോ ശരിക്കും വൈദ്യുതിയാണ് നമ്മുടെ ശരീരത്തിലൂടെ പ്രവഹിച്ചത്. ടോപ്പ് സിംഗറിന്റെ ടോപ്പ് സിംഗറിന്റെ വൈദ്യുതിയാണ് കേട്ടാ. ഭാവിയിലെ വളരെ തിരക്കുള്ള ഒരു ഗായികയായിട്ട് മാറാൻ പോകും നമ്മുടെ ദ്യുതിക്കുട്ടി. ഉറപ്പല്ലേ? 100%. മിടുക്കിയാണ്. ചേട്ടൻ എന്താ ഭയങ്കര പ്രൗഡായിരിക്കുന്നുണ്ടല്ലോ അവിടെ. അതെ. ചേട്ടൻ എന്തെങ്കിലും ഒന്ന് പറയാമോ നമ്മുടെ അടുത്ത്? ചേട്ടൻ എന്താ പറയാനുള്ളത്? എന്ത് തോന്നി? എനിക്ക് ഇവള് പാടിയ നല്ല ഇഷ്ടായി. പിന്നെ ഞാനിവിടെ പാട്ട് കാണാൻ വരുമ്പോ ഇവക്ക് 100ഉം കിട്ടാറുണ്ട്. വന്നിരിക്കുന്നേ. അപ്പൊ 100 കിട്ടാൻ വേണ്ടിട്ടാണ് ഇന്ന് കൂടെ വന്നത്. അതല്ല, ഞാൻ വന്നു. അന്നേരം ഒരു പ്രതീക്ഷയുണ്ട്. ജഗത്തേട്ടൻ എത്ര മാർക്ക് കൊടുക്കും? ജഗത്തേട്ടൻ എത്ര മാർക്ക് കൊടുക്കും? ഞാൻ 100 എടുക്കും. 100 കൊടുക്കും. നമുക്ക് ഇന്ന് മാർക്ക് പറയാൻ പോകുന്നത് ജഗത്താണ് കേട്ടോ. ഇന്ന് ജഗത്ത മാർക്ക് പറയാൻ പോകുന്നത്. നോക്കേ. ഏട്ടന്റെ അനിയത്തിലേക്ക് കൂടെ അങ്ങോട്ട് പോട്ടെ. മാർക്ക് പറയോ ചേട്ടൻ? പറയുമായിരിക്കും. പറയും. അപ്പം ജഡ്ജസ് പറയുന്ന സെയിം മാർക്ക് ആയിരിക്കുമോ? ആയിരിക്കും. ജഗത്തെ കാച്ചിക്കോ? അപ്പൊ ദ്യുതിക്കുട്ടിക്ക് ഇന്നത്തെ മാർക്ക് 100 ഔട്ട് ഓഫ് 100. ജഗൻകുട്ടാ പോരെ. ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ അംകുട്ടിയാണ്. അപ്പൊ ജഗത്തേട്ടന് പേടിച്ചോളൂ. ദ്യുതിക്കുട്ടിക്ക് വിലീവായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഹാപ്പി അല്ലേ ദ്യുതിക്കുട്ട? ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ക്രിസ്മസ് കാലമൊക്കെ ആയിട്ട് ഒരുപാട് സന്തോഷിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് സന്തോഷം കുറച്ച് കൂട്ടാനായിട്ട് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ വക സ്പെഷ്യലായിട്ട് ഒരു മെഡ്ലി പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. ആസ്വദിക്കാം. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം. ആലിൻ കൊമ്പത്തന്തി ഉറങ്ങണ റോലി ഞാലിക്ക് പോത്താലി. ആറ്റിലൊളിച്ചു കളിക്കണ മീനെ കാട്ടുകുറുകുഴലൂതണ കാറ്റ്. ആറ്റിലൊളിച്ചു കളിക്കണ മീനെ കാട്ടുകുറുകുഴലൂതണ കാറ്റ്. കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിനു
പൂവാകച്ചില്ലയിലയ്ക്കും തൈ മാസത്തിന്നൽ പിന്നെ നീയുണ്ടോ നീരാടാൻ നീർപ്പുഴയിൽ ചെമ്മാനച്ചിപ്പിലൊളിക്കും ചിങ്കാരതാരക്കുഞ്ഞേ താലോലം താരാട്ടാൻ ചായുറക്കം നിറമഞ്ഞിൻ മുത്തേ നാണിക്കല്ലേ നാടോടി കാറ്റിൻ കയ്യോ നിന്നെ പുൽകി നറുമഞ്ഞിൻ മുത്തേ നാണിക്കല്ലേ നാടോടി കാറ്റിൻ കയ്യോ നിന്നെ പുൽകി നിറവേഴും ചാർത്തി നിന്റെ പൂങ്കവിൽ ചിന്തിൽ നറുതിങ്കൾ പൂക്കും നിന്റെ വാർക്കൂന്തലിൽ ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം ആലിൻ കൊമ്പത്തന്തി ഉറങ്ങണരോലി ഞാലിക്ക് പോത്താലി ആറ്റിലൊളിച്ചു കളിക്കണമീനെ കാട്ടിൽ കുറുകുഴലൂതണ കാറ്റി ആറ്റിലൊളിച്ചു കളിക്കണമീനെ കാറ്റിൻ കുറുകുഴലൂതണ കാറ്റി ആതല കെട്ടി കൈവള ചാത്തി കല്യാണത്തിന് കൂടേണ്ടേ ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിലെ നല്ല നല്ല പാട്ടുകളും പെർഫോമൻസുകളും ഒരുപാട് വിശേഷങ്ങളും ഒക്കെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഒരുപാട് എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത ദിവസം വീണ്ടും ഇതുപോലെ നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.